വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രാബിയിലാണ്. ആക്ച്വലി ഒരു 4-5 ഡേയ്സ് ആണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. സോ ആക്ച്വലി ഇന്നലെയാണ് നമ്മൾ ക്രാബിയിൽ എത്തിയത്. നമ്മൾ എത്തിയപ്പോൾ രാത്രി ഒരു 8 o'clock 9 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യക്കോട് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ക്രാബിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. സോ ഫ്ലൈറ്റിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ക്രാബി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. സോ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നാങ്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മുടെ ഹോട്ടൽ വന്നേക്കുന്നത്. സോ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് പനാൻ എന്നാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ബാക്കിലുള്ള ഈ ഒരു വ്യൂ ഇപ്പോൾ എൻ്റെ ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. സോ ആ ഹോട്ടലിൻ്റെ പേര് പനാൻ ക്രാബി റിസോർട്ട് എന്നാണ്. സോ അതിനേക്കാളും മുമ്പ് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോയത് നാങ്ക് ലാൻഡ്മാർക്ക്. അത് ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു നൈറ്റ് മാർക്കറ്റ് പോലെയാണ്. സോ അവിടെ പോയിട്ടാണ് നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചത്. സോ അവിടെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്ന് ഉറങ്ങി. ഇപ്പോൾ Day 1 ആണ്. സോ ഇപ്പോൾ ആക്ച്വലി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം. 3:15 സമയം. സോ അതുവരെ നമ്മൾ ആക്ച്വലി പൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ സമയം ആ ഒരു സമയത്ത് സൺഡേ ആയിരുന്നു. ബട്ട് ഇവിടെ കുറച്ച് മഴയൊക്കെ തുടങ്ങി. സോ നമ്മളിന്ന് ആക്ച്വലി റിയലി ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇത് മഴ ആയതുകൊണ്ട് ഇത് നമ്മൾ പോകുമെന്ന് അറിയില്ല. സോ എന്തായാലും നമ്മൾ ജസ്റ്റ് ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള നല്ല സ്ഥലത്തേക്കാണ് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി. നമ്മൾ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും നല്ല മഴയായതുകൊണ്ട് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ആക്ച്വലി അവിടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാനല്ല, പെറ്റിങ് ഇവിടെ കുറച്ച് തായ് ഫുഡ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. സോ തായ് ഫുഡും അങ്ങനെ വേറെ എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മളിവിടെ കയറിയത്. പിന്നെ ഈ ഇന്ത്യൻ ഫുഡ് വേണ്ട കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഈ സീനിയർ സിറ്റിസൺസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ക്രാബി ഐഡിയൽ ആയിരിക്കും. കാരണം ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. കുറേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒട്ടും വിചാരിച്ചതിൽ ഇത്ര അധികം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവുന്നത്. ഇവിടെ കുറേ ഇന്ത്യൻ ഇമിഗ്രൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ നമ്മൾ അങ്ങനത്തെ ഒരെണ്ണത്തിലാണ് കയറിയിട്ടുള്ളത്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ തായ് ഫുഡ് അല്ലെങ്കിൽ വേറെ ടൈപ്പ് വേറെ ഫുഡായിരിക്കും ട്രൈ ചെയ്യുക. ഇന്ത്യൻ എന്തായിട്ടും തോന്നുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് നമുക്ക് നാട്ടിലായാലും കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് തായ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ കയറില്ലാന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ, കാരണം നമുക്ക് നല്ല വിശപ്പായി, മഴയായി. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി ഇഡ്ഡലി ജ്യൂസിന് മേടിച്ചു. ബാക്കിയൊക്കെ തായ്. ഇപ്പോഴും മഴ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈക്ക് 7-Eleven പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് കുറച്ച് ഇറങ്ങാനാണ് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള പ്ലാൻസ്. ആക്ച്വലി നമ്മുടെ പ്ലാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും കുറച്ച് ദിവസം മഴ പെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റൂമിൽ പോകാൻ പോകുന്നത്. അങ്ങനെ മഴയൊക്കെ പോയി നടന്നു. അപ്പോഴാണ് നമ്മൾ ഈ ജ്യൂസ് കടയിൽ എത്തിയത് കേട്ടോ. ഇവിടുത്തെ ജ്യൂസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി മാംഗോ. കാരണം ഐസ് ഇട്ടാണ് ഇവരടിക്കുക, ഒരു സ്ലഷി പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഉറങ്ങി. സോ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇവിടെ അടുത്തൊക്കെ നടന്ന് ചിലപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പോയി ഒരു സ്ഥലത്ത് തന്നെ കുറേ ഡിന്നർ കഴിക്കാണ്ട് കുഞ്ഞു സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനാണ് പ്ലാൻ. കാരണം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ലൈക്ക് മഴ കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സോ രാത്രി ജസ്റ്റ് ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. സോ കുറച്ച് ഷോപ്പിങ്ങിന് ഫുഡിങ്ങിന് നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് കാണാവുന്നതാണ് കേട്ടോ. സോ ആക്ച്വലി കുറേ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്തൊരു ഫയർ ഡാൻസോ ഫയർ ഷോ ഇത് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഒരു ദിവസം എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ പോകാൻ പറ്റിയിട്ടില്ല, കാരണം ഇങ്ങോട്ട് പോകുന്ന ഒരു വഴി നമുക്ക് ജസ്റ്റ് ക്ലിയർ ആയിട്ടില്ല. ബട്ട് എന്തായാലും അവിടെ എന്തൊരു ഫയർ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു നൈറ്റ് മാർക്കറ്റ് പോലെയാണ്. കുറേ ഷോപ്പിങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ജസ്റ്റ് നമ്മൾ നടന്നൊരു ഷോപ്പിംഗ് ഏരിയയിൽ കിട്ടി. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി, പക്ഷെ ഒന്നും നമ്മൾ മേടിച്ചൊന്നുമില്ല. അവസാനം നമ്മൾ നടന്നെത്തിയത് ഒരു ബീച്ച് സൈഡിൻ്റെ അവിടേക്കായിരുന്നു. ഇത് ആക്ച്വലി ബീച്ച് സൈഡിലുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് അവിടെ ഇരുന്നൊന്നുമില്ല കഴിക്കാൻ. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ആ ബീച്ചൊന്ന് കണ്ടു. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ കുറേ നടന്നു, കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോകുന്ന വഴി കണ്ടു. അതിനുശേഷം ബീച്ചിൻ്റെ അടുത്തൊരു യോഗോട്ടൊക്കെ ഉള്ളൊരു കടയിലാണ് കയറിയത്. ഒരെണ്ണം മേടിച്ച് നോക്കാമെന്ന് വിചാരിച്ച ടേസ്റ്റിന് കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതിൽ നമുക്ക് അവസാനം ആകുമ്പോൾ കുടിക്കാനും പറ്റും. ഫസ്റ്റ് തന്നെ ഇങ്ങനെ കുറേ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് നമ്മുടെ സ്ട്രോബെറി ഐസിലടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഒരു ജലാറ്റോടെ ഒക്കെ ഒരു ടേസ്റ്റ്, ഒരു ഐസ്ക്രീം പോലെയൊക്കെ തന്നെ. അതിൻ്റെ താഴെ ഇങ്ങനെ നമുക്ക് യോഗേർട്ട് ഉണ്ട്. സോ അത് മിക്സ് ചെയ്ത് അവസാനം കുടിക്കാൻ പറ്റും.
സോ അങ്ങനെ നമ്മൾ നടന്നെത്തിയത് ബ്ലൂ മൗണ്ടൻ മാർക്കറ്റിലായിരുന്നു. ഈ മാർക്കറ്റായിരുന്നു നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണാനാണ് നമ്മൾ വന്നത്. ഷോപ്പിംഗ് ചെയ്യാനും കുറച്ച് ഫുഡ് കഴിക്കാനാണ് നമ്മൾ വന്നത്, കാരണം ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ ആക്ച്വലി ഇങ്ങനെ 5 o'clock തുടങ്ങിയിട്ട് 11 o'clock കഴിയുന്ന ഒരു നൈറ്റ് മാർക്കറ്റാണിത്. ഇവിടെ നമ്മൾ ക്രോക്കഡൈലിനൊക്കെ കണ്ടു. ഇത് ക്രോക്കഡൈലല്ല, ജസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു അവർ ഡ്രൈ ആക്കിയെന്ന് വെച്ചേക്കുന്നതാണ്, ബട്ട് റിയൽ ആണ്. ഇന്നത്തെ കുഞ്ഞ വീഡിയോ ആക്ച്വലി മഴ കാരണം നമ്മൾ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. റെയിൽവേ ബീച്ചിലൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. സോ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മളൊരു ബോട്ട് ക്രൂസിങ്ങിൽ പോകുന്നുണ്ട്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.